നമസ്കാരം. മുഖ്യ നിർദ്ദേശിച്ച സമയപരിധി കഴിഞ്ഞിട്ടും ADGP MR അജിത് കുമാറിനെതിരായ പരാതിയിന്മേലുള്ള DGPയുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ADGPയെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിർത്തുന്നു എന്ന രാഷ്ട്രീയ ആരോപണം ശക്തവുമാണ്. സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്ന് ADGPയെ കുറിച്ച് മുന്നണിക്കകത്തും പുറത്തും നിലപാടെടുത്ത CPIയും കാത്തിരിക്കുന്നത് DGPയുടെ റിപ്പോർട്ടിനാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും DGP റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ADGPയുടെ വീഴ്ച ചൂണ്ടിക്കാട്ടി കാട്ടുന്ന റിപ്പോർട്ടാണ് വരാനിരിക്കുന്നത് എന്ന സൂചനയും നമ്മുടെ മുന്നിലുണ്ട്. അതിനിടെയാണ് ശബരിമല അവലോകന യോഗത്തിൽ നിന്ന് ADGPയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഒടുവിൽ അജിത് കുമാറിനെതിരെ നടപടി വരുന്നതിന്റെ ലക്ഷണങ്ങളാണോ നമ്മൾ ഈ കാണുന്നത്? എൻകൗണ്ടർ പ്രൈമിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. CPIഎമ്മിനെ പ്രതിനിധീകരിച്ച് ശ്രീ SK സജീഷ്, കോൺഗ്രസിലെ ശ്രീ നൌഷാദ് അലി, BJPയിലെ ശ്രീ PR ശിവശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ് എൻകൗണ്ടർ പ്രൈമിൽ നമ്മുടെ അതിഥികൾ. ശ്രീ SK സജീഷ്, ഈ ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിർത്തുകയാണ് എന്ന ആരോപണം PV അൻവറിന് മാത്രമല്ല പ്രതിപക്ഷത്തുണ്ട്. അതുപോലെ തന്നെ ഒരു പരിധി വരെയെങ്കിലും ഈ മുന്നണിക്കകത്ത് നിന്നുള്ള ചില ഘടകകക്ഷികൾക്കും RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെ തുടർന്നും ADGP ആ സ്ഥാനത്ത് തുടരുന്നതിൽ അതൃപ്തിയുണ്ട്. അവിടെ CPI എടുത്തിരിക്കുന്ന നിലപാട്, ഇടതുമുന്നണി യോഗത്തിൽ CPIM പറഞ്ഞതുപോലെ തന്നെ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് നടപടിയെടുക്കാം എന്നതിൽ കാത്തിരിക്കാമെന്നാണ്. എന്തുകൊണ്ടാണ് ഈ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നത്? ADGPയെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിർത്തുകയാണെന്ന ആരോപണം ഒരു ഭാഗത്ത് ശക്തിപ്പെടുമ്പോൾ DGP റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യമന്ത്രി നൽകിയ സമയവും കഴിഞ്ഞിട്ട് അത് ഉണ്ടാകാതിരിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ശ്രീ ഗോപികൃഷ്ണൻ, ഒരു കാര്യം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി ഇവിടെ ഉണ്ടാവുന്നത്, ഇവിടെ കേരളത്തിൽ മാധ്യമങ്ങൾ നിരന്തരം വിവാദങ്ങളിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ഇന്ന് ഒരു വിവാദം അല്ലെങ്കിൽ മറ്റൊരു വിവാദം ഉണ്ടാകണം. അങ്ങനെ വിവാദങ്ങളിലൂടെ മാത്രം തങ്ങളുടെ റേറ്റിങ്ങും തങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു പോകുന്ന ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിലപ്പുറത്തേക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ശിക്ഷിക്കപ്പെടും. അത്തരത്തിലുള്ള ആളുകൾക്കെതിരായി അന്വേഷണം നടത്തി അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആരെയുടെ പേരിലും നടപടിയെടുക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നു. താങ്കൾ ഇൻട്രോയിൽ ആദ്യമേ ചോദിക്കുന്ന സമയത്ത് ആ ആരോപണം പ്രതിപക്ഷത്തിന് കൂടി ഉണ്ട് എന്നുള്ള നിലയിൽ വരെ പറഞ്ഞു. അതായത് ഈ അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണം പ്രതിപക്ഷത്തിന് വരെ ഉണ്ട്. പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ അൻവർ പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് ഉന്നയിക്കുന്നതെങ്കിൽ പ്രതിപക്ഷം ആദ്യം മറുപടി പറയേണ്ടത് ഈ ADGP അജിത് കുമാർ ഈ RSS മേധാവികളെ കാണാൻ വേണ്ടി പോയത് VD സതീശൻ്റെ പുനർജനി കേസ് ഒത്തുതീർപ്പാക്കാനാണ് എന്നാണ് അൻവർ പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വിഴുങ്ങിക്കൊണ്ട് ഇതാ ഇടതുപക്ഷത്തെയും ഈ ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയും ഒക്കെ സംശയത്തിൻ്റെ നിഴൽ നിർത്താൻ പലതും പ്രചരിപ്പിക്കാം. ചില കാര്യങ്ങൾ പറഞ്ഞത് ആരും കേൾക്കാതെ അങ്ങ് ഒഴിവാക്കി കളയാം. അങ്ങനെ അൻവർ പറഞ്ഞിട്ടില്ലേ, ആവർത്തിച്ച് പറഞ്ഞിട്ടില്ലേ? മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല പോയത്. VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പുനർജനി തട്ടിപ്പ് ED അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന് ഈ അൻവർ തന്നെ പറഞ്ഞിട്ടില്ലേ? അതൊന്നും കേൾക്കുന്നില്ല. അത് കേൾക്കേണ്ട കാര്യമുണ്ടെന്നുള്ള അഭിപ്രായമൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ആരോപണമുണ്ട്, പ്രതിപക്ഷത്തിന് അങ്ങനെ അഭിപ്രായമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പ്രതിപക്ഷം എല്ലാ കാര്യവും ശ്രദ്ധിച്ചിട്ട് അഭിപ്രായം പറയേണ്ടതാണ്. ഇവിടെ മാധ്യമങ്ങൾ കുറേ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സെലക്റ്റീവായി നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തനമായതുകൊണ്ട് അവർക്ക് പലതിനും മറുപടി പറയേണ്ടി വരില്ല. VD സതീശൻ്റെ കർണാടകത്തിൽ അഴിമതി പണം സൂക്ഷിച്ചിരിക്കുകയാണ്, അത് ആദ്യം മീൻ വണ്ടിയിൽ കൊണ്ടുവന്ന് പിന്നെ ആംബുലൻസിലാണ് അങ്ങോട്ട് കൊണ്ടുപോയത് എന്നെല്ലാം ഈ പറഞ്ഞ അൻവർ പറഞ്ഞിട്ടില്ലേ? അതിനെക്കുറിച്ച് എന്താ ഇവരാരും മറുപടി പറയാത്തത്? ഇപ്പോൾ അതൊക്കെ ഇല്ലാതായിപ്പോയോ? ഏകപക്ഷീയമായ കാര്യങ്ങളായി മാറുകയാണോ? ഇപ്പോൾ നമ്മൾ കാണേണ്ടത്, മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്ത ആളുകൾ ആരായാലും ഒരാളെയും സംരക്ഷിക്കില്ല. സംരക്ഷിക്കേണ്ട കാര്യവും ഈ ഗവൺമെൻറ്റിനില്ല. അതാണ് ഗവൺമെൻറ്റിൻ്റെ രീതി. പക്ഷേ ഒരു ആരോപണം അത് ആർക്കെതിരെയായാലും ഉന്നയിച്ചു കഴിഞ്ഞാൽ ആരോപണ വിധേയരായവർക്ക് നേരെ അന്വേഷണം നടക്കണം. അന്വേഷണം
അന്വേഷണത്തിൽ തെറ്റ് ചെയ്തു എന്ന് കണ്ടാൽ നടപടിയെടുക്കും. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുകയുമില്ല. ഇവിടെ റിപ്പോർട്ടിൻ്റെ കാര്യമൊക്കെ താങ്കൾ സൂചിപ്പിച്ചു. റിപ്പോർട്ട് നിങ്ങൾ തന്നെ മാധ്യമങ്ങളാണ് പറയുന്നത് റിപ്പോർട്ടായി എന്നൊക്കെ പറയുന്നു. അതിനനുസരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു റിപ്പോർട്ടായി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കൈമാറേണ്ടത്, ഏതെല്ലാം പരിശോധനകളാണ് നടക്കേണ്ടതെന്നൊക്കെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുമല്ലോ. ആ നടപടിക്രമങ്ങൾക്കനുസരിച്ച് മുന്നിലേക്ക് എത്തുമ്പോൾ അതിനനുസരിച്ച് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കും. അതിലെന്താണ് തർക്കം? നമുക്കിങ്ങനെ വിവാദം ഉണ്ടാക്കി പോകാം. പ്രധാനപ്പെട്ട ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി ശ്രീ എസ് കെ സജീഷ്, അതായത് മാധ്യമങ്ങൾക്ക് വിവാദങ്ങളിലാണ് താല്പര്യം. അത് ഇപ്പോൾ നമ്മളിതൊരു മാധ്യമ വിചാരണയല്ലല്ലോ ഇപ്പോൾ ഈ നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗം മാറ്റി നിർത്തി ഈ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഒരു ഭാഗത്ത് ഇപ്പോൾ അൻവർ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അൻവറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, അൻവർ വി ഡി സതീഷിനെതിരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കാവുന്ന അന്വേഷണ സംവിധാനമുള്ളത് സർക്കാരിനാണല്ലോ, മുഖ്യമന്ത്രിക്ക് ആ കാര്യങ്ങളും അന്വേഷിക്കാം. ADGPയുടെ കാര്യത്തിൽ പ്രതിപക്ഷം പറഞ്ഞ കാര്യമല്ല മാത്രമല്ല ഞാൻ പറഞ്ഞത്, CPI പറഞ്ഞ കാര്യം കൂടിയാണ്. അതും താങ്കളും വളരെ സെലക്റ്റീവായിട്ട് അതിനകത്ത് മറുപടി പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. ആ സ്ഥാനത്തിരിക്കാൻ ADGP യോഗ്യനല്ല എന്ന് CPI മുന്നണിക്കകത്ത് പറഞ്ഞു. മറ്റൊരു ഘടകകക്ഷി നേതാവ് പുറത്തിറങ്ങി വർഗീസ് ജോർജ് പറഞ്ഞു, ഞങ്ങൾ ഇത് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല, ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ മുന്നണിക്കകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ മുന്നണിക്കകത്തെ ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാൻ ഈ വിഷയത്തിൽ പറ്റാതെ നിന്നിട്ട് താങ്കൾ പറയുന്നു ഈ യഥാവിധി അന്വേഷണം ഉണ്ടാകും, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടും എന്നൊക്കെ. പിന്നെ മാധ്യമങ്ങൾക്ക് വിവാദങ്ങളിലെ താല്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തൃശ്ശൂർ പൂരത്തിലെ അതിനെന്ത് സംഭവിച്ചു, പൂരം കലക്കിയതാണോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താൻ 2 ആഴ്ച സമയം കൊടുത്ത് 4 മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു അന്വേഷണവും ഒരു പരിശോധനയും നടത്തിയിരുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട വളരെ സെലക്റ്റീവായി നിന്നാൽ മതി എന്നാണോ ശ്രീ എസ് കെ സജീഷ് പറയുന്നത്? എന്തുകൊണ്ടാണ് CPIക്ക് പോലും ഈ പദവിയിൽ തുടരാൻ അർഹതയില്ലാത്ത ആളാണ് ADGP MR അജിത് കുമാർ എന്ന തോന്നലുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഈ കാര്യം മുന്നണിയിൽ ഉന്നയിച്ചിട്ടും ഒരു പ്രധാന ഘടകകക്ഷിയുടെ ശബ്ദത്തെ അവഗണിക്കേണ്ടി വന്നത്? ഒരു ശബ്ദവും അവഗണിക്കപ്പെട്ടിട്ടുമില്ല. അവഗണിക്കപ്പെടുന്ന ഒരു രീതിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. താങ്കൾ തന്നെ പറയുന്ന പോലെ അഭിപ്രായങ്ങൾ പലരും പല രീതിയിൽ മുന്നണിക്കകത്ത് പറഞ്ഞിട്ടുണ്ടാകും. ഏതായാലും മുന്നണി യോഗത്തിനകത്ത് നമ്മളാരും പങ്കെടുത്തിട്ടില്ലല്ലോ. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അവിടെ അഭിപ്രായങ്ങൾ വരുമ്പോൾ ജനാധിപത്യപരമായി പൊതു അഭിപ്രായം രൂപപ്പെട്ടു വരും. ആ പൊതു അഭിപ്രായത്തിനനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുകയും ചെയ്യും. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയുകയും ആ അഭിപ്രായം ഒരഭിപ്രായമായി മാറുകയും ചെയ്യുമ്പോഴാണ് അത് മുന്നണിയുടെ അഭിപ്രായമായി മാറുന്നത്. അങ്ങനെ മുന്നണി നയിക്കുന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗവൺമെൻറ് അന്വേഷണം നടത്തുന്നു, അന്വേഷണ റിപ്പോർട്ട് വരും, റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കും. ഇതൊക്കെ സാമാന്യമായ കാര്യമാണ്. ആ സാമാന്യമായ കാര്യം ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. ഒരൊറ്റ കാര്യം, അതായത് മുന്നണിക്കകത്ത് പറഞ്ഞ കാര്യം നമുക്കറിയില്ല എന്ന് പറഞ്ഞു, മുന്നണിക്ക് പുറത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. RJD നേതാവ് വർഗീസ് ജോർജ് മുന്നണിക്ക് പുറത്താണ് ഞങ്ങളുടെ വിയോജിപ്പ് മുന്നണിയിൽ അറിയിച്ചിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് എല്ലാ ദിവസവും ഞങ്ങളോട് ചോദിക്കേണ്ട, ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ADGPയുടെ കാര്യത്തിൽ, ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ മുന്നണിക്കകത്ത് പറഞ്ഞോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്നൊരു ആശയക്കുഴപ്പത്തിൻ്റെ പ്രശ്നം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല. ഒരു കാര്യം, അങ്ങനെയൊന്നും നമ്മളിങ്ങനെ തർക്കിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. മുന്നണിക്കകത്തായാലും ഗവൺമെൻറ്റിനകത്തായാലും കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്ത് പൊതുവായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾക്കെതിരെ ഒരു ആക്ഷേപം ഉന്നയിക്കപ്പെട്ടു, ആ ആക്ഷേപം ഉന്നയിക്കപ്പെട്ട ഒരാൾക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ ഒരു അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് ഏതാണ്ട് ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാണല്ലോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിയമപരമായും അതിനനുസരിച്ചുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് എന്താണോ സ്വീകരിക്കപ്പെടും. അതിലെന്താണ് പ്രശ്നം? അതിലാരാണ് ഇവിടെ പ്രശ്നം പറയാൻ വേണ്ടി പോകുന്നത്? അതിൽ മുന്നണിക്ക് എന്താണ് അഭിപ്രായ വ്യത്യാസം? മുന്നണിയിലാകെ അഭിപ്രായ വ്യത്യാസമാണ്. അങ്ങനെ ചിത്രീകരിക്കാനൊക്കെ ആളുകൾക്ക് ശ്രമമുണ്ടാകും. ഈ ശ്രമങ്ങളെയൊക്കെ ഞങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമായി തോന്നാത്തത് എന്താണെന്ന് അറിയൂ ശ്രീ ഗോപികൃഷ്ണൻ? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ ലോകത്തൊക്കെ പരിശോധിച്ചാൽ ഇങ്ങനെ ഒരുപാട് മാധ്യമ വേട്ടയാടലുകളും വിചാരണകളും കുറ്റപ്പെടുത്തലുകളും എല്ലാം ഏറ്റുവാങ്ങിയവരാണ് ഞങ്ങൾ. 1957 EMS ഗവൺമെൻറ് മുതൽ ആരംഭിച്ചാണിത്. അമേരിക്കൻ CIA പണമൊഴുക്കിയിട്ടാണ് ആ ഗവൺമെൻറ്റിനെ ഈ പറഞ്ഞ മാധ്യമങ്ങൾ എല്ലാവരും കൂടി അട്ടിമറിക്കുന്നത്. EMS നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്, പിരിച്ചുവിട്ടപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്. അദ്ദേഹത്തോട് ഇന്ന് കാണുന്ന ദൃശ്യമാധ്യമങ്ങളിലല്ലോ, പത്രമാധ്യമങ്ങൾ ചോദിച്ചു,
നിങ്ങളുടെ ഗവൺമെൻറ് വിദ്യാഭ്യാസ നിയമം കൊണ്ടുവന്ന, ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്ന ഗവൺമെൻറ് എന്തിനാണ് പിരിച്ചുവിടപ്പെട്ടത് എന്ന ചോദ്യത്തിന് EMS ഒറ്റ മറുപടി ഉണ്ടായിരുന്നുള്ളൂ. ആ മറുപടി നിങ്ങൾ നുണ പറഞ്ഞിട്ട് എന്നായിരുന്നു. നിങ്ങൾ നുണ പറഞ്ഞിട്ട്, ആ നുണ ഇപ്പോൾ ആരംഭിച്ചൊന്നുമല്ല, അന്ന് മുതൽ ആരംഭിച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ അത്ഭുതമൊന്നുമില്ല. ജനങ്ങളെ മുന്നിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്നേ ഉള്ളൂ. ജനങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടോളൂ, വൈകാതെ. ശരി. ശ്രീ നൗഷാദ് അലി, ഈ ADGPയെ സംരക്ഷിച്ച് നിർത്തുകയാണ് മുഖ്യമന്ത്രി. അതിന് പ്രതിപക്ഷം കണ്ടെത്തിയ ഒരു കാരണം, RSS നേതാക്കളെ 2 വട്ടം ADGP MR അജിത് കുമാർ ചെന്നുപോയി കണ്ടത് അത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ്. അതിനകത്ത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒളിഞ്ഞു കിടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ നിന്ന് BJPക്ക് ഒരു MP ഉണ്ടായത് എന്നൊക്കെയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത ഒരു നിലപാട്, DGP സമഗ്രമായി ഈ കാര്യങ്ങൾ അന്വേഷിക്കും, അതിൻ്റെ ഭാഗമായി വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ്. പാർട്ടിയും അത് തന്നെ വിശദീകരിച്ചു. മുന്നണി യോഗത്തിലും ആ വിശദീകരണം നൽകുകയുണ്ടായി. ഇനി ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നത് ഒരു വസ്തുതയെ നമ്മുടെ മുന്നിലുണ്ട്, ശരിയാണ്. പക്ഷേ ഇന്നിപ്പോൾ ശബരിമല അവലോകന യോഗം നടന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ, അദ്ദേഹത്തിനാണ് ആ ശബരിമലയിലെ കോർഡിനേഷൻ്റെ ചുമതല. അദ്ദേഹത്തെ ആ യോഗത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ക്ഷണിച്ചിട്ടില്ല. നടപടി വരാൻ പോകുന്നു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്ന ഉടൻ എന്ന സൂചനയല്ലേ ഇത്? അതോടുകൂടി ഈ വിഷയത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക ഒഴിയുമോ? ഇവിടെ ഗോപികൃഷ്ണ, നമ്മൾ ഈ മുമ്പൊക്കെ നമ്മൾ ഈ വിവാദം പരിശോധിച്ചപ്പോൾ നമ്മൾ പിണറായി വിജയൻ്റെ ദൂതുമായിട്ട് ADGP അജിത് കുമാർ പോയി എന്നുള്ളതാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലൂടെ നമ്മൾ ഈ സംഭവങ്ങളെയൊക്കെ വിലയിരുത്തുമ്പോൾ ഈ ADGPയുടെയും സമാനരായ കുറേ പേരുടെയും ഒക്കെ ഒരു കളിപ്പാവയായിട്ടാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം, ഒരു മുഖ്യമന്ത്രി ഒരു അഭിമുഖം നൽകുമ്പോൾ അതിലേതൊക്കെ വാചകങ്ങൾ എങ്ങനെ ഉൾച്ചേർക്കണമെന്ന് തീരുമാനിക്കാൻ പോലും അഭിമുഖം നൽകുന്ന ആളിന് പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇദ്ദേഹമൊക്കെ മാറി എന്ന് പറയുമ്പോൾ നമുക്കിതൊക്കെ അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത്. എന്തുമാത്രം അധപ്പതിച്ചു പോയിട്ടാണ് ഈ പാർട്ടിയും അതിൻ്റെ നേതാക്കളൊക്കെ ഇപ്പം നിലകൊള്ളുന്നത് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് പലപ്പോഴും പ്രതിപക്ഷ ബഹുമാനം പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാർ. ഞങ്ങളെപ്പോലും ഇവർ വിസ്മയിപ്പിക്കുകയാണ്. ഇത്രമാത്രം തരംതാണ് പോവും വിധം ഇവരൊക്കെ അധപ്പതിച്ചു പോയല്ലോ എന്ന വലിയൊരു ഖേദം കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. പിന്നെ ഞാനൊരു കാര്യം ഗോപികൃഷ്ണനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ തൃശ്ശൂർ പൂരം കലക്കുക എന്നുള്ളത് നമ്മളൊരു കേവലം ഒരു വാചകത്തിൽ ഒതുക്കേണ്ട, അല്ലെങ്കിൽ അതിനൊരു പെർസ്പെക്റ്റീവിനെ നമ്മൾ ഒരു ദിശയിൽ മാത്രം കൊണ്ടുപോകേണ്ട ഒന്നല്ല. കാരണം ഈ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളുടെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണ് തൃശ്ശൂർ പൂരം. ആ പൂരമൊക്കെ കേരളം മര്യാദക്കൊന്ന് മാർക്കറ്റ് ചെയ്യുകയോ നമ്മളൊന്ന് ഉയർത്തിപ്പിടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ 10,000-കണക്കിന് ആളുകൾ അത് കാണാൻ വേണ്ടി മാത്രം കേരളത്തിലേക്ക് വരും. ആ കാര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്രമാത്രം പ്രാധാന്യമുള്ളൊരു സാംസ്കാരിക ഉത്സവത്തെയാണ് ഇവർ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി കലക്കിയിരിക്കുന്നത്, അവിടെ അത് അലങ്കോലമാക്കിയിരിക്കുന്നത്. അത് അലങ്കോലമാക്കുന്നത് വരെ ADGP അവിടെയുണ്ട്. അത് കഴിഞ്ഞ് അലങ്കോലമായി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഉടൻ സ്ഥലം വിടുന്നു, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര കൃത്യമാണ് ഇതിൻ്റെ ആസൂത്രണം. കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളുടെ വികാരത്തിന് മേലിലാണ് ഇവർ ബ്ലേഡ് വെച്ച് കീറിയിട്ടുള്ളത്. അവരുടെ മനസ്സിനെയാണ് ഇവർ കീറിപ്പറിച്ചിട്ടുള്ളത്. അതുവഴി കേരളീയ പൊതുസമൂഹത്തെയാണ് ഇവർ ഒന്നടങ്കം അപമാനിച്ചിട്ടുള്ളത്. കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി BJPയും CPMും RSSും ഒക്കെ ചേർന്ന് നടത്തുന്ന ഈ നാടകം എത്രമാത്രം നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നു. ഇതൊക്കെ ഒരു തട്ടുപൊളിപ്പൻ ഭോജ്പുരി തെലുങ്ക് സിനിമകളിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ കാണാൻ കഴിയും. ആളുകളത് യുക്തിഹീനമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അരങ്ങേറ്റുകയാണ്. ഇതൊക്കെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളൊക്കെ കൽപ്പിക്കുന്നു, ചില ആളുകൾ നടപ്പിലാക്കുന്നു. ഇദ്ദേഹം ഒരു മൂകസാക്ഷിയായിട്ട് ഇങ്ങനെ നിന്നുകൊടുക്കുന്നു. ഇത്രമാത്രം ഈ മനുഷ്യൻ ബന്ധിതനാവാനുള്ള കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ഒരുപാട് കാരണങ്ങളുണ്ട്. ഏതായാലും CPM എന്ന പാർട്ടി ഇത്രമാത്രം കീറിപ്പറഞ്ഞ് മെലിഞ്ഞുണങ്ങി പൊതുജന മധ്യത്തിൽ അപമാനിത രൂപത്തിൽ നിലനിൽക്കുന്ന മറ്റൊരു കാഴ്ച നമുക്ക് സമീപകാല ചരിത്രത്തിൽ എവിടെയും കാണാൻ സാധ്യമല്ല. കേരളത്തിലെ മുഴുവൻ പ്രതിപക്ഷം, കേരളത്തിലെ ഇടതുമുന്നണിയിലെ മുഴുവൻ കക്ഷികളെ, CPMനകത്തെ ബഹുഭൂരിഭാഗം നേതാക്കളും 95% പ്രവർത്തകരും ഒക്കെ എതിർത്തിട്ടും
ഒരു പിണറായി വിജയൻ എന്നൊരു വ്യക്തി ഈ ADGP ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ട് മതി ഒരു തീരുമാനം എന്നാണ് CPM-ന്റെ നയമെങ്കിൽ അത് വലിയ ഒരു വിപ്ലവകരമായ നയമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ഗതകാല ചരിത്രത്തിൽ ഇവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള ആരോപണങ്ങളും പേക്കൂത്തുകളും ഒക്കെ നമ്മളൊന്ന് വിലയിരുത്തിയിട്ട് അതിനൊക്കെ പൂർവ്വകാല പശ്ചാത്തലത്തോടു കൂടി ഇവരൊന്ന് മാപ്പ് പറയട്ടെ. അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ നടപടി, അതുവരെ കാത്തു നിൽക്കാം എന്നൊക്കെ ജനാധിപത്യത്തിൽ ഒരു സംശയമുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടി അത്തരത്തിലൊക്കെ പെരുമാറിയൊരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടോ? ഇപ്പോൾ CPM ഇതൊക്കെയാണ് പറയുന്നത്. അവർ പറയുന്നു PR ഏജൻസി ഇല്ല എന്ന് പറഞ്ഞില്ലേ, അപ്പം ഇല്ല, കൂടുതൽ ചോദ്യം വേണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയൻ RSS-ആയിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞു, ഇനിയൊരു ചോദ്യവും വേണ്ട. CPM-നെയും RSS-നെയും കൂട്ടിക്കെട്ടുന്നത് ഗുരുതരമാണെന്ന് പറഞ്ഞില്ലേ, അതോടെ അത് കഴിഞ്ഞു. ഇതൊക്കെ പാർട്ടിക്കുള്ളിൽ ഏകാധിപതിയുടെ മുന്നിൽ വിനീത വിധേയരായി നിൽക്കുന്ന ഇത്തരക്കാർക്കൊക്കെ പറ്റുമെന്നല്ലാതെ പൊതുജനത്തിൻ്റെ മുമ്പിൽ ഇതൊക്കെ വിലപ്പോവുമോ? ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പൊതുജന മധ്യത്തിൽ ഇത്തരത്തിൽ മുണ്ടുരിഞ്ഞ് നിൽക്കുകയാണ്, അവർ നഗ്നരായി നിൽക്കുകയാണ്. അതിന് സമ്പൂർണ്ണമായി കാരണക്കാരനായ ഒറ്റൊരാളേ ഉള്ളൂ, പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭരണവും. കേരളത്തിലെ 10,000-കണക്കിന് CPM-ന്റെ പ്രവർത്തകർ അഹോരാത്രം അധ്വാനിച്ച് ഇവിടെ പണിതുയർത്തിയ ഒരു ഭരണത്തെ ഇത്തരത്തിൽ താലത്തിൽ വെച്ച് RSS-ന് മുമ്പാകെ കാഴ്ചവെച്ച് അടിയൻ എന്ന് പറഞ്ഞ് ആ തൃപ്പാദങ്ങളിൽ തൊഴുതു നിൽക്കുന്ന പിണറായി വിജയനാണ് നമ്മൾ കാണുന്നത്. ഏതായാലും വലിയ ഖേദകരമാണ്. അതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ മതേതര ഒരു ചിന്താധാരയെ, ഇവിടുത്തെ സാമൂഹ്യ ഘടനയൊക്കെ പോർലേൽപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഇവരുടെ ഭാവമെങ്കിൽ അതിവിടെ നടപ്പിലാവില്ല, അത് നടത്തുന്ന പ്രശ്നമില്ല. ഈ RSS പിണറായി അച്ചുതണ്ട്, ഈ RSS CPM അച്ചുതണ്ടിൻ്റെ അത്തരത്തിലുള്ള പ്രവൃത്തികളെ കേരളം വകവെച്ച് കൊടുക്കുകയില്ല. ഇവരിത്തരത്തിലുള്ള വർഗീയ പ്രീണന നയങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഒരു ഘട്ടം, ആദ്യ ഘട്ടത്തിൽ അവർക്ക് ചില നേട്ടങ്ങളൊക്കെ ലഭിക്കുമെങ്കിലും ആത്യന്തികമായിട്ട് കേരളത്തിലെ മതേതര പൊതുബോധമാണുള്ളത്, ഇന്ത്യ രാജ്യത്തും അത്തരത്തിലുള്ള പൊതുബോധമാണുള്ളത്. വർഗീയത പ്രചരിപ്പിക്കുന്നവർക്ക് ക്ഷണിക നേട്ടങ്ങൾക്കപ്പുറത്ത് ആത്യന്തികമായി അവർ വിജയിച്ചൊരു ചരിത്രം 5000-ലധികം കൊല്ലത്തെ ഇന്ത്യയുടെ ചരിത്രത്തിലില്ല, കേരളത്തിന്റെ ചരിത്രത്തിലും ഇല്ല എന്ന് പിണറായി വിജയനും RSS-കാരും ഒക്കെ മനസ്സിലാക്കുന്നത് നന്നാണ്. ശ്രീ PR ശിവശങ്കർ, 2023 മെയ് 22-ന് RSS-ന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയുമായുള്ള കൂടിക്കാഴ്ച, ജൂൺ 2-ന് റാം മാധവുമായി, പിന്നീട് വത്സൻ തില്ലങ്കേരിയുമായി, ഇങ്ങനെ RSS നേതാക്കളെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGPക്ക് ഇങ്ങനെ അടിക്കടി പോയി സന്ദർശിച്ച് വരേണ്ട സാഹചര്യം എന്താണ് എന്ന് വിശദീകരിക്കാൻ കഴിയാതിരുന്നപ്പോഴാണ് CPIM-നെ കൂടി പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ മുന്നണിക്കകത്ത് നിന്ന് തന്നെ എതിർശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയത്. ഇപ്പോൾ CPI പറയുന്നത് ആ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയില്ല, ഇടതുപക്ഷത്തിൻ്റെതായ രീതിയിലുള്ള ഒരു പരിഹാരം ഈ കാര്യങ്ങളിൽ ഉണ്ടാകണമെന്നാണ്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ദൂതനായിട്ടുള്ള ADGPയുടെ സന്ദർശനമായിരുന്നോ അന്ന് നടന്നിരുന്നത് എന്ന് സംശയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് RSS-ന്റെ ഭാഗത്ത് നിന്ന്, BJP-യുടെ ഭാഗത്ത് നിന്ന് ആ സമയത്തുണ്ടായ മൗനമാണ്. പിന്നീട് അതിനെ നിങ്ങൾ ഭേദിക്കുന്നത് അങ്ങനെ പോയൊരു ഉദ്യോഗസ്ഥൻ കണ്ടാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഇപ്പോൾ DGP-യുടെ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ, കണ്ടെത്തലുകൾ ADGP-യുടെ ഭാഗത്ത് വീഴ്ചയാണെങ്കിൽ സ്വാഭാവികമായി അദ്ദേഹത്തിനെ ആ പദവിയിൽ നിന്ന് നീക്കേണ്ടി വരും. പക്ഷെ അപ്പോഴും ഈ ഉന്നയിക്കപ്പെട്ട രാഷ്ട്രീയ ആരോപണം അവിടെ നിൽക്കും. എന്താണ് RSS മേധാവികളുമായി ADGP-യുടെ ബന്ധം, എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ സന്ദർശനം നടത്തിയതെന്ന് അതിനുള്ളൊരു ഉത്തരം അവിടെ അവശേഷിക്കുമല്ലോ. BJP-യെ കൂടി കുഴപ്പത്തിലാക്കുന്നതല്ലേ ആ സാഹചര്യം? ഗോപികൃഷ്ണൻ, ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളിലേക്ക്, അങ്ങയുടെ ചോദ്യത്തിലേക്കും വരുന്നതിന് മുൻപ്, ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. മഞ്ചേശ്വരത്ത് ഒരു വ്യാജ കേസുണ്ടാക്കി BJP-യുടെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റിനെ അതിൽ പെടുത്തുവാൻ ശ്രമിച്ചിട്ട് കോടതി അദ്ദേഹത്തെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വിധി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആ കുറ്റവിമുക്തനാക്കിയ ഒരു ദിവസമാണ്. ഈ കോടതി വിധി വരുന്നതിന് തലേ ദിവസം, 2 ദിവസം മുമ്പ് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കളും മാധ്യമ പ്രവർത്തകരുമെല്ലാം ഈ അന്വേഷണത്തെക്കുറിച്ചും ഈ കേസിനെ കുറിച്ചും എല്ലാം പറഞ്ഞതും അതിൻ്റെ ആരോപണങ്ങളും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിധിയുടെ ദിവസമാണ് ഇന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ കാരണം. താങ്കൾ പറഞ്ഞ ഈ കേസ്, അല്ലെങ്കിൽ ഈ പൂരം കലക്കലും അതുപോലെ തന്നെ DGPക്ക് എതിരായ അന്വേഷണം, ഈ 3 കാര്യങ്ങൾ, അതേപോലെ ഇപ്പോൾ ശ്രീ നൗഷാദ് പറഞ്ഞ ബാക്കി കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ DGPക്കെതിരെയുള്ള കേസ് എന്ന് നിങ്ങൾ നിരന്തരം പറയുമ്പോൾ
എന്തായിരിക്കും ആ കേസിൽ ഒരു രാഷ്ട്രീയ തീരുമാനം മാറ്റിവെച്ചാൽ എന്തായിരിക്കും ആ കേസ്? RSS നേതാക്കളെ കണ്ടു എന്നുള്ളത് ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനോ ഒരു കേസായിട്ട് എടുക്കാൻ സാധ്യമല്ല. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഇന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് കാണാൻ സാധിക്കും. അത് കണ്ടുകൊണ്ട് കുഴപ്പമില്ല, വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്ന് തെളിയിച്ചാൽ പറഞ്ഞാൽ അതിനെതിരെ കേസെടുക്കാൻ പറ്റുമോ? അദ്ദേഹത്തെ ആ കാര്യം കൊണ്ട് സ്ഥലം മാറ്റാൻ പറ്റുമോ? എനിക്കറിയില്ല. അത്തരത്തിൽ DIG കണ്ടുപിടിച്ചാൽ, DGP കണ്ടുപിടിച്ചാൽ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഒന്ന്. രണ്ട്, പൂരം കലക്കി എന്നാണല്ലോ ഇപ്പോഴത്തെ ഒരു ആരോപണം. അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ വരാം. പൂരം കലക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം DGPയിൽ മാറുമോ? അന്ന് സത്യത്തിൽ ഈ അന്വേഷണം നടത്തുന്ന അവിടുത്തെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ശ്രീ മനോജ് എബ്രഹാം അടക്കം അവിടുത്തെ പല പോസ്റ്റുകളിലും അപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ. ആ പല പോസ്റ്റിലും ഇരിക്കുമ്പോൾ അവരെന്തുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷന് മുൻപ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ പറയാഞ്ഞത്? ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കാം. എന്നാണ് പൂരം ഉണ്ടായിരുന്നത്? ഏപ്രിൽ 20-ാം തീയതി. 26-ാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ജൂൺ 5-ാം തീയതി വരെ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിയും വരെ ശ്രീ നൌഷാദ് അലിയുടെ കോൺഗ്രസ് ഒക്കെ വിശ്വസിച്ചിരുന്നത് കെ മുരളീധരൻ ഫ്ലൈയിങ് കളേഴ്സിൽ വിജയിക്കുമെന്നല്ലേ? എന്തായിരുന്നു ഒരു പ്രത്യേക തീരുമാനപ്രകാരം കെ മുരളീധരനെ കോഴിക്കോട് നിന്ന് ഇവിടെ കൊണ്ടുവന്ന് വടകരയിൽ നിന്ന് മത്സരിപ്പിച്ചപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ തീരുമാനം മാറുന്നു എന്നൊക്കെയല്ലേ അടിച്ചുവിട്ടത്? നിങ്ങൾ ചാനലുകാരും ഇതൊക്കെ തന്നെ പറഞ്ഞു. അപ്പൊ തിരഞ്ഞെടുപ്പിന് മുമ്പ് വരെ, റിസൾട്ട് മുമ്പ് വരെ ഈ കാര്യങ്ങളൊന്നും തിരഞ്ഞെടുപ്പിലെ പൂരം കലക്കിയതും അത് വോട്ടായി മാറുമെന്നും ആരും വിശ്വസിച്ചില്ല. അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആരോപണം ഇങ്ങനെയാണെങ്കിൽ തന്നെ അതെങ്ങനെയാണ് മൂന്നാമത്തെ പാർട്ടിയായ അല്ലെങ്കിൽ അവിടെ ഒരു MLA പോലും ഇല്ലാത്ത BJPക്ക് അനുകൂലമാകുന്നത്? ഇനി ഒന്നും അല്ലെങ്കിൽ ആലപ്പുഴയിലും അതുപോലെ തന്നെ മറ്റുള്ള തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ഒക്കെ ഇത്തരം തീരുമാനങ്ങളൊന്നുമില്ലാഞ്ഞിട്ട് ഞങ്ങൾക്ക് വോട്ട് കൂടിയല്ലോ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ തൃശ്ശൂർ പൂരം കലക്കൽ എന്നുള്ളത് മാധ്യമ സൃഷ്ടിയോ വെറും രാഷ്ട്രീയ ആരോപണമോ, കേരളത്തിൽ BJPക്ക് തിരഞ്ഞെടുക്കുമ്പോൾ രാഷ്ട്രീയ നേട്ടം കൊയ്യുവാൻ സാധ്യമല്ല ഇത്തരത്തിലുള്ള ചില കാരണങ്ങൾ ഇല്ലാതെ എന്ന് വിശ്വസിച്ച് വശംവദരായ ചില രാഷ്ട്രീയ നേതാക്കളുടെ മാനസികമായ വിഭ്രാന്തി മാത്രമാണ്. അതിൽ രാഷ്ട്രീയമായ ഒരു തീരുമാനം പോലും അല്ലെങ്കിൽ ഒരു മാന്യത പോലും ഇല്ല. അതൊന്നും പറയുമ്പോൾ യുക്തിഭദ്രതയും ഇല്ല ഒട്ടും, ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം. 3, അഴിമതിയാണ് DGPക്കെതിരെ പറയുന്നത്. അത് തെളിയിക്കേണ്ടതാണ്. അത് ശ്രീ അൻവർ പറഞ്ഞപ്പോൾ തന്നെ അത് പല കാരണങ്ങൾ കൊണ്ട് പൊളിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം. 4, സ്വർണം കടത്തിലാണെങ്കിൽ അതും സംസ്ഥാന സർക്കാരാണ് അഴിമതിക്ക് ഭാഗമാവുന്നത്. കാരണം ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പല കാരണങ്ങളും DGPയുടെ അന്വേഷണത്തിൽ വന്നാൽ തന്നെ അത് അജിത് കുമാറിനെ അല്ല, ഒരുപക്ഷെ കൂടുതൽ സംസ്ഥാന സർക്കാരിനെ ആയിരിക്കും ഇത് ബാധിക്കുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണ റിപ്പോർട്ടിൽ നമ്മൾ പറയുന്നത് പോലെ രാഷ്ട്രീയമായി ഇത്തരം ചർച്ചകൾ നടത്താമെങ്കിലും അന്വേഷണ റിപ്പോർട്ടിൽ ഇതെല്ലാം പെടുത്താൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയം. ഏതായാലും ശ്രീ PR ശിവശങ്കർ, താങ്കൾ പറഞ്ഞതിൽ ഒരു പ്രധാന ഭാഗം ഈ അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ കാര്യത്തിൽ ഈ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി എന്നത് ഒരു പിഴവായി അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്താൻ കഴിയുമോ, അതിന്റെ പേരിൽ ഒരു നടപടി ഉണ്ടാകാൻ കഴിയുമോ എന്നുള്ളതാണ്. പക്ഷേ താങ്കൾക്കറിയാമല്ലോ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ചേർന്നതല്ല ADGPയുടെ ഭാഗത്തുണ്ടായ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾ ആ സ്ഥാനത്ത് നിർത്താൻ കഴിയില്ല എന്ന രാഷ്ട്രീയ നിലപാട് CPIയും RJDയും ഒക്കെ മുന്നണിയിലെ ഘടകകക്ഷികൾ എന്ന നിലയിൽ സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെ എടുക്കാവുന്നതായിരുന്നു ഈ നടപടി. പിന്നെ എന്തിനായിരുന്നു അന്വേഷണവും അതിനെ തുടർന്നുള്ള നടപടി എന്നുമുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ CR നീലകണ്ഠൻ. ഇവിടെ ശ്രീ ശിവശങ്കർ ഇവിടെ പറഞ്ഞു, ഈ ADGPക്കെതിരായിട്ടുള്ള മറ്റ് പരാതിയിന്മേലുള്ള അന്വേഷണവും അതിൽ വരുന്ന റിപ്പോർട്ടും ശരി, പക്ഷേ RSS നേതാക്കളെ കണ്ട കാര്യം ഒരു വീഴ്ചയായി കാണിച്ചുകൊണ്ട് ADGPക്കെതിരെ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന്. അവിടെ CPIയും RJDയും ഒക്കെ എടുത്ത ഒരു നിലപാട് താങ്കൾക്കറിയാമല്ലോ. RSS നേതാക്കളെ ADGP കണ്ടതിൽ വലിയ അന്വേഷണത്തിൻ്റെയും പരിശോധനയുടെയും ഒന്നും ആവശ്യമില്ല. കാരണം അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് യോജിച്ച ഒരു സമീപനമായിരുന്നില്ല. അതുമാത്രം മതി ആ സ്ഥാനത്ത് നിന്ന് ADGPയെ മാറ്റാൻ എന്നായിരുന്നു. പിന്നെ എന്തിനായിരിക്കും സർക്കാർ ഒരു DGP തലത്തിലുള്ള ഒരു അന്വേഷണവും ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെന്ന് CPIഎമ്മും സർക്കാരും ഒരു നിലപാട് സ്വീകരിച്ചത്? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിലാണ് അജിത് കുമാർ എന്ന ഒരു വിമർശനം നിലനിൽക്കുമ്പോൾ. അല്ല, ഒന്നാമത്തെ കാര്യം, ഈ DGPയുടെ അന്വേഷണത്തിനും എന്താ രാഷ്ട്രീയ പ്രസക്തി എനിക്ക് മനസ്സിലായില്ല, ഇപ്പോഴും മനസ്സിലായില്ല. DGPക്ക് എങ്ങനെയാണ് രാം മാധവനെ കണ്ടത് രാഷ്ട്രീയമായിട്ടാണോ അല്ലയോ എന്ന് DGP എങ്ങനെ തീരുമാനിക്കും? അപ്പം രാം മാധവനെയോ ദത്തത്രയോ കണ്ടത് രാഷ്ട്രീയമായി ശരിയല്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അന്നേ തട്ടണം, അന്നയാൾ പോകണം. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഈ റിപ്പോർട്ട് ആദ്യം വരുമ്പോൾ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞ എന്താ, അതുകൊണ്ട് എന്താന്നാ ചോദ്യം, നമ്മൾ മറന്നു പോരുത് എന്ന് പറഞ്ഞാൽ
ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയമായി CPM അഭിപ്രായ പ്രശ്നമില്ല. CPIക്ക് ഉണ്ടാവാം, RJDക്ക് ഉണ്ടാവാം, പൊതുജനങ്ങൾക്കുണ്ടാവാം, എനിക്കുണ്ടാവാം, വേറെ ആർക്കെങ്കിലും ഉണ്ടാവാം. BJPക്കും ഇല്ല. മനസ്സിലായല്ലോ കാര്യം? BJPക്കും ഇക്കാര്യത്തിൽ ഇല്ല. ശിവശങ്കരൻ പറഞ്ഞ് ശരിയാണ്. എന്തിനാ പ്രശ്നം? DGP അന്വേഷിച്ച് എങ്ങനെയാ രാം മാധവനെ കണ്ടതിന്, ദത്താത്രേയെ കണ്ടതിന് അങ്ങനെ എന്താ വല്ല ലീവ് എടുക്കാതെ പോയി എന്ന് വലുതാണോ പറയാൻ പോണേ? ഇപ്പം ലീവ് എടുക്കാതെ അദ്ദേഹം ആബ്സെൻസ് വിത്തൗട്ട് ലീവ് ആണ് അദ്ദേഹം പോയെങ്കിൽ ആ ദിവസം നിങ്ങൾ ഒപ്പിട്ടിരുന്നില്ലല്ലോ, നിങ്ങൾക്ക് എടുക്കാമല്ലോ എന്ന് പറയാം. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അതിന് DGPക്ക് കമ്മിറ്റി ഒന്നും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നൊരു മുന്നണി ഉണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയ കമ്മിറ്റിയാണ് അത് തീരുമാനിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് CPIക്കും അതിൽ വലിയ താല്പര്യമില്ല. ഈ വർത്താനം പറയൽ മാത്രമേ ഉള്ളൂ. ഇനി പൂരത്തിൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ചും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതും ഡെലിജൻസ് ഓഫ് ഡ്യൂട്ടി ഏതോ കാര്യം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, ആ സമയത്ത് അദ്ദേഹം പോയി എന്നൊക്കെയുള്ള ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിന്. ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോവുക, വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ഞാൻ നേരത്തെ തീരുമാനിച്ചു. അങ്ങനെ പ്രോഗ്രാം നേരത്തെ വന്നിട്ടുണ്ടാവും. ആ നേരത്തെ അനുസരിച്ച് ഞാൻ പോയി. അദ്ദേഹത്തിന് അവിടെ ഡ്യൂട്ടി ഒന്നുമില്ല. പൂരത്തിന് ADGPക്ക് ഒരു ഡ്യൂട്ടി ഇല്ല. അപ്പോൾ ADGP ഇതിൽ ഇടപെട്ടുവെങ്കിൽ അപ്പോഴാണ് പ്രധാന ചോദ്യം. ഈ രണ്ട് കാര്യങ്ങളിലും ADGP BJPക്ക് വേണ്ടി ഇത് ചെയ്തു എന്നാണോ CPM അഭിപ്രായം? അതാണ് ചോദ്യം. BJPക്ക് വേണ്ടി പൂരത്തിന് കുഴപ്പമുണ്ടാക്കിയോ? പൂരത്തിന് കുഴപ്പമുണ്ടാക്കിയ കാലത്ത് ശിവശങ്കരൻ പറയുന്ന പോലെയല്ല. ആ ദിവസം തന്നെ മുരളീധരനും അവിടുത്തെ UDF സ്ഥാനാർത്ഥിയും LDF സ്ഥാനാർത്ഥിയും അതിശക്തമായി അതിനോട് പ്രതികരിച്ചിരുന്നു എന്ന കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മുരളീധരൻ സുനിൽകുമാറും രണ്ടുപേരും ശക്തമായി പ്രതികരിച്ചു. കാരണം എന്താ? ഇത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ്. ഇനി ADGP ഡെലിജൻസ് ഓഫ് ഡ്യൂട്ടി അവിടെ വരുത്തി നോക്കിയാൽ ആർക്ക് വേണ്ടി വരുത്തി എന്നുള്ള ചോദ്യമല്ലേ ഗോപികൃഷ്ണ? അയാൾക്ക് എന്താ അയാൾ ഒരു ചെറിയ തെറ്റ് പറ്റി, അയാൾ അവിടെ നിൽക്കേണ്ടതായിരുന്നു, പോയി എന്ന് പറയുന്നതാണോ പ്രശ്നം? ആ പൂരം ഇങ്ങനെ അലങ്കോലമാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയുന്നതാണോ പ്രശ്നം? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ കാര്യം, ഇനി ADGPയെ എന്താ പറയുക, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി. എന്താ അതിലൊരു കുഴപ്പമുള്ളത്? ഒരാളെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് വേണമെങ്കിൽ വിജിലൻസിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലേക്കോ മാറ്റുക എന്നുള്ളത് ഒരു ശിക്ഷയാണോ ഈ രാജ്യത്ത്? ഒരു ശിക്ഷയല്ല അത്. അതിനൊരു ശിക്ഷയില്ല. ഇപ്പോൾ പേരിന് വേണ്ടി നിയമസഭ തുടങ്ങുന്നത്, നിയമസഭ ജനുവരിയിൽ തുടങ്ങണമെങ്കിൽ ജനുവരി വരെ അയാൾ തുടരും. ഇപ്പം നിയമസഭ തുടങ്ങുമ്പോൾ ആകെ ഒരു മോഡി വാക്കൽ ADGPയെ മാറ്റിയത് കൊണ്ട് ADGP ഇലക്ഷൻ മത്സരിക്കുന്നില്ല. അതേ ഒരു രാഷ്ട്രീയ കക്ഷി പെട്ട ആളല്ല. ഇത് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ അന്വേഷണം അവിടെ നടക്കും. ഇത് രണ്ട് കാര്യങ്ങളും ചെയ്യാൻ ADGPയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ അന്വേഷണം DGPക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പം യഥാർത്ഥ പ്രശ്നം എന്താ? യഥാർത്ഥ പ്രശ്നം മറ്റേ അഴിമതിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഡെലിജൻസ് ഓഫ് ഡ്യൂട്ടി എന്നോ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എന്നോ ഞാൻ കേട്ടില്ല എന്നോ എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തിന് ഒരാളെ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി തുല്യമായ മറ്റൊരു സ്ഥാനത്ത് ഇരുത്തുന്നത് കൊണ്ട് ഇതിൻ്റെ രാഷ്ട്രീയം മാറുന്നില്ല. ഇവിടെ ചോദ്യം നിയമപരമായി ADGP കള്ളനാണോ എന്നുള്ളതൊന്നുമല്ല. ഞങ്ങൾ ആരെയും സംരക്ഷിക്കും, ശരിയായിരിക്കും. വിജിലൻസ് കണ്ടെത്തിയാൽ ഇയാൾക്കെതിരെ നടപടി എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കണ്ടെത്തുക എന്നുള്ളത് വേറൊരു വിഷയം. ഇദ്ദേഹം വീട് വാങ്ങിയതൊന്നും അതൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ ഞാൻ കേൾക്കണത്. എനിക്കറിയില്ല, നിങ്ങളുടെയൊക്കെ റിപ്പോർട്ട് വെച്ചിട്ടാണ് ഇദ്ദേഹം 30 ലക്ഷം രൂപയ്ക്ക് വീട് വാങ്ങി 60 ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നൊക്കെ പറയുന്ന കഥയുണ്ട്. ഞാൻ അതിലേക്ക് അതൊന്നുമല്ല പറഞ്ഞു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനെ അന്വേഷിക്കട്ടെ, കോടതി പോട്ടെ, എന്ത് വേണം ചെയ്യട്ടെ. പക്ഷേ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആൻസർ ചെയ്യേണ്ട ചോദ്യം അതാണ് RJDയും CPIയും ഉന്നയിച്ചത്. ഈ ADGP ഈ സന്ദർശനം നടത്തിയതും പൂരത്തിൽ ഒരുപക്ഷെ അദ്ദേഹം ഇടപെടുകയോ അല്ലെങ്കിൽ ഇടപെടാതെ അത് അലങ്കോലമാക്കുകയോ ചെയ്തുവെങ്കിൽ അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് CPM കരുതുന്നുണ്ടോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ADGPയുടെ മാത്രം തീരുമാനമല്ല. അവിടെയാണ് പ്രശ്നം. ADGPക്ക് രാവിലെ പോയിട്ടൊരു തീരുമാനം ഉണ്ടായില്ല. അപ്പോൾ ADGPക്ക് ആരെങ്കിലും പിന്നിലുണ്ടോ? ADGP ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടോ? ആ ചോദ്യം അൻവറല്ല, അതൊക്കെ അതിന് മുമ്പ് അല്ലാതെ തന്നെ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ നേരത്തെ ഗോപികൃഷ്ണൻ ചോദിച്ചൊരു വളരെ കാര്യമുണ്ടല്ലോ, ഒരാഴ്ചക്കകത്ത് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചക്കകത്ത് പൂരത്തിനെ പറ്റി റിപ്പോർട്ട് എവിടെയാണ് കിട്ടിയത്? 5-6 മാസമായില്ലോ ഇപ്പോൾ. ഇത് എവിടെയാണ്? പൂരം ഏപ്രിലിൽ നടന്ന, ഇപ്പോൾ ഒക്ടോബറാണ്. 6 മാസമായിട്ട് റിപ്പോർട്ട് കൊടുത്തില്ല. ഈ വിഷയമൊക്കെ വരികയും അൻവർ ഇത് ബുക്കുകയും ചെയ്തപ്പോഴാണ് ആകെ പ്രശ്നമായി. അങ്ങനെ പ്രശ്നമായതിന് മറുപടി പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും മറുപടി വരില്ല. DGP ഇപ്പോൾ പൂരത്തിൻ്റെ റിപ്പോർട്ട് എന്നാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയത്? ഇതുവരെ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. കിട്ടിയത് ശരിയല്ല എന്നൊക്കെ പറയുന്നു. ഈ ശരിയല്ല എന്ന് വന്നത് അല്ലെങ്കിൽ ADGP കൊടുത്ത റിപ്പോർട്ട് അങ്ങനെ തന്നെ മേടിച്ച് ഫയലിടൂലേ മുഖ്യമന്ത്രി? ഈ വിവാദം വന്നില്ലെങ്കിൽ, ഈ കാര്യം ഉയർന്നു വന്നില്ലെങ്കിൽ
ADGP കൊടുത്ത റിപ്പോർട്ട് അങ്ങനെ ഇതുവരെ അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പം ചോദ്യം രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയം ADGPയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ, ഇതിനാണ് മറുപടി കിട്ടേണ്ടത്. ബാക്കി മറുപടിയൊക്കെ നമുക്ക് പിന്നെ പറയാം. ഈ മറുപടി അത് BJPക്ക് പറയാൻ പറ്റില്ല, BJPക്ക് അത് പറയേണ്ട കാര്യമില്ല. BJPയുടെ താല്പര്യമാണ് അയാൾ കാണിച്ചതെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങേര് ഇവിടെയല്ല ഇരിക്കേണ്ടത്. മറ്റേ പണ്ട് ജേക്കബ് തോമസിനെ വിട്ടൊരു സ്ഥലമുണ്ടല്ലോ, നമ്മുടെ ഷൊർണൂരുള്ള ഇരുമ്പ് കൈക്കോട്ടും കോട്ടയിലും ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് വിട്ടുണ്ട്, ഒരു പുസ്തകം എഴുതിയന്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ എത്രയോ ഗൗരവതരമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഇവിടെയുള്ളത്. ഇതിനാണ് മറുപടി സജീഷ്, ഈ ADGPയുടെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഘടകകക്ഷി നേതാക്കൾ തന്നെ അവതരിപ്പിച്ചത് അത് DGPയുടെ തലത്തിൽ നടത്തുന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തേണ്ടുന്ന ഒരു സംഭവം, ഒരു വീഴ്ച എന്ന നിലയിലല്ല, സ്വകാര്യ സന്ദർശനമാണ് എന്ന വിശദീകരണത്തിലും ഒതുങ്ങാത്ത ഒരു വലിയ പ്രശ്നമായിട്ടാണ്. എന്താണ് ആ പ്രശ്നം? ആ പ്രശ്നം ഇടത് രാഷ്ട്രീയത്തിന് യോജിച്ച നടപടിയല്ല RSS നേതാക്കളെ ഇങ്ങനെ അടിക്കടി പോയി കണ്ടത്. എന്താണ് ഇങ്ങനെ പോയി ഇടയ്ക്കിടെ പോയി RSS നേതാക്കളെ കാണാൻ മാത്രമുള്ള എന്ത് ദൗത്യമാണ്, എന്ത് ബന്ധമാണ് ADGPക്കുള്ളതെന്ന ചോദ്യമാണ്. അതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. ആ രാഷ്ട്രീയ ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി നടപടിയിലൂടെ കൊടുക്കാൻ ഒരു DGP തല അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പിന്നെ എന്താണ് മറച്ചു പിടിക്കുന്നത്? അതിനല്ലേ ശ്രീ SK സജീഷ് ഉത്തരം വേണ്ടത്. അതിന് DGPയുടെ റിപ്പോർട്ടും അത് വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പുമൊക്കെ എന്തിനാണ്? അവിടെയാണ് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ റിപ്പോർട്ടിലെ പോരായ്മകൾ അല്ലെങ്കിൽ അതിലെ അപൂർണതയും ഇപ്പോൾ ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കേണ്ട സാഹചര്യവുമൊക്കെ അതിനോട് കൂട്ടിവെച്ചാണ് മനസ്സിലാക്കുന്നത്. അവിടെ എന്താണ് മറച്ചു പിടിക്കാനുള്ളത് എന്ന ചോദ്യത്തിന് പാർട്ടിയും സർക്കാരും മറുപടി പറയണ്ടേ? ശ്രീ ഗോപികൃഷ്ണൻ, ഞാൻ ആദ്യമേ തന്നെ ആ കാര്യത്തിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി ഇതിനെ വളർത്തിക്കൊണ്ടുവരാനും വിവാദമുണ്ടാക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ADGP അജിത് കുമാറിനെതിരെ അൻവറിൻ്റെ ഭാഗത്തു നിന്ന് നിരവധിയായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നു. അതിൽ ഒരു ആക്ഷേപമാണ് ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആക്ഷേപവും, മറ്റൊന്ന് RSS നേതാക്കന്മാരെ കണ്ടു എന്ന് പറയുന്ന ആക്ഷേപവും. ഇത്തരം കാര്യങ്ങളെല്ലാം വന്നപ്പോൾ പൊതുവായി ആ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് മുകളിലുള്ള കേരളത്തിൻ്റെ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. ആ അന്വേഷണത്തിന് 1 മാസം സമയം അനുവദിച്ചു. ആ സമയത്തിനിടയിൽ ആ റിപ്പോർട്ട് കിട്ടി. അതിൽ എന്താണോ കാണുന്നത്, തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ ആ തെറ്റായ കാര്യത്തിന് രാഷ്ട്രീയമായും അതുപോലെ തന്നെ അല്ലാതെയും ഉള്ള നടപടികൾ ഏത് രീതിയിലാണോ സ്വീകരിക്കേണ്ടത് ആ നടപടികൾ സ്വീകരിക്കും. അതിലൊരു തർക്കവുമില്ല. ഇപ്പോൾ ഇന്ന് തന്നെ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി KK ശ്രീലാലിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ശക്തമായ നടപടിയല്ലേ? 200-ലധികം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ പിരിച്ചുവിട്ടിരിക്കുന്നു. UDFൻ്റെ പല കാലത്തും നടന്നിട്ടുണ്ടോ? DYSP ഉൾപ്പെടെയുള്ള ആളുകളാണ്. തെറ്റ് ചെയ്തവരെ ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാടില്ല. അത് നിയമപരമായും അതിൻ്റെ കൃത്യമായ ഉള്ളടക്കത്തോടു കൂടിയും മാത്രമേ ഈ ഗവൺമെന്റ് ചെയ്യുകയുള്ളൂ. അതായത് ഞാൻ ചോദിച്ചത്, തെറ്റ് എന്നത് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ സമീപനത്തിന് വിരുദ്ധമായി ക്രമസമാധാന ചുമതലയുള്ള ADGP പ്രവർത്തിച്ചു എന്നിടത്ത് തന്നെ അവിടെ തെറ്റായല്ലോ. പിന്നെ അതിലൊരു DGP അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതല്ല. അതാണ് ശിവശങ്കറും പറഞ്ഞത്. DGPക്ക് എങ്ങനെയാണ് ഈ ADGP RSS നേതാക്കളെ കണ്ടതിൽ പിഴവാണ് എന്നൊരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയുക? അതിലെങ്ങനെയാണ് ഒരു നടപടിയെടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചത് ഇതൊരു രാഷ്ട്രീയ വിഷയമാണെന്ന് പറയാനാണ്. അവിടെ റിപ്പോർട്ടിന്റെ ആവശ്യമില്ലല്ലോ സജീഷ്, അതാണ് എൻ്റെ ചോദ്യം. പറയട്ടെ, ഞാൻ 1-2 കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് വിശാലമായ സമയം കൊടുക്കുകയും വായിൽ തോന്നുന്ന എല്ലാം വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട്. താങ്കളും കേട്ടിട്ടുണ്ടാവും. അസഭ്യത്തിന് തുല്യമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടി പറയേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് താങ്കൾ ചോദിച്ച കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാം, എനിക്ക് താങ്കൾ സമയം തരണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു വെക്കുകയാണ്. അതായത് ഇവിടെ അത്തരത്തിലുള്ള യാതൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെയും പ്രശ്നമില്ല. ഒരഭിപ്രായ വ്യത്യാസവും പ്രകടിപ്പിച്ചിട്ടില്ല. CPI സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് മാധ്യമങ്ങളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട് വന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന്. അതിലും അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരാൾക്കെതിരെ ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ തിരിച്ചാലോചിച്ച് നോക്കൂ. നേരെ അൻവർ പത്രസമ്മേളനം നടത്തി അതിൻ്റെ പേരിൽ തന്നെ എല്ലാ നടപടികളും ആരംഭിച്ചാൽ, മറ്റൊരു അന്വേഷണം നടത്താതെ നടപടി ആരംഭിച്ചാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മറ്റു രീതിയിലായിരിക്കും അതിനെ അവതരിപ്പിക്കുക എന്നതുമുണ്ട്. ഒരു സാമൂഹ്യ നീതി എല്ലാവർക്കുമുണ്ട്. ആ സാമൂഹ്യ നീതിയിൽ തെറ്റ് ചെയ്തവർ
ആ തെറ്റ് ഏത് രീതിയിലായാലും ആ തെറ്റ് അന്വേഷിച്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കും. അതെന്ത് എന്ന് നമുക്ക് മണിക്കൂറുകൾക്കോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിലോ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങളാണ്. അതുവരെ വിവാദം നിലനിർത്തി പോവുക എന്ന് മാത്രമാണ് ശ്രമിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇവിടെ തൃശ്ശൂർ പൂരം അലങ്കോലമാക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുമ്പോൾ അവർക്കിത് രാഷ്ട്രീയപരമായി ഉന്നയിക്കേണ്ട വിഷയം എവിടെയാണ് നിൽക്കുന്നത്? 86,000 കോൺഗ്രസിൻ്റെ വോട്ട് അവിടെ കാണാനില്ല കഴിഞ്ഞ തവണ കിട്ടിയത്. അത് നഷ്ടപ്പെട്ടതിൽ അന്വേഷണം ഉൾപ്പെടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അതിനെ മറച്ചു വെക്കാൻ മറ്റുള്ളവരുടെ തലയിലേക്ക് അത് ചാർത്തി വെക്കുകയാണ്. ഞാൻ അതാണ് പറഞ്ഞത്. അൻവറിനെ അവർ ന്യായീകരിക്കുകയും അൻവർ പറയുന്നതെല്ലാം അംഗീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അൻവർ പറഞ്ഞത് ഈ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ RSS മേധാവിയെ കണ്ടത് എല്ലാം VD സതീശന് വേണ്ടിയാണ് എന്നാണ്. കോൺഗ്രസിൻ്റെ പ്രതിനിധി അത് കേട്ടിട്ടില്ലായിരുന്നു. ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ കേൾക്കാതിരിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും സിദ്ധി ഇപ്പോൾ കോൺഗ്രസിന് വന്നിട്ടുണ്ടോ? അൻവറിനെ വെച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ വിമർശനമായി മറ്റുള്ളവർക്ക് നേരെ ഉന്നയിക്കുമ്പോൾ ഈ അൻവർ പറഞ്ഞതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ VD സതീശന് വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. VD സതീശൻ്റെ പുനർജനി കേസ് ഒതുക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ ആളുകളെ കണ്ടത് എന്ന കാര്യത്തിന് മറുപടി പറയണ്ടേ? അത് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് പ്രശ്നമല്ല, കോൺഗ്രസ്സുകാർക്ക് അതിന് മറുപടി പറയേണ്ട പ്രശ്നമില്ല. പിന്നെ ഞങ്ങളെ മതനിരപേക്ഷത പഠിപ്പിക്കുക, ഞങ്ങളുടെ നേതാക്കന്മാരെ സഭ്യമല്ലാത്ത രീതിയിൽ വർത്തമാനം പറയുക, പിന്നെ ഹിന്ദു വിശ്വാസത്തിന് മുകളിൽ ബ്ലേഡ് വെച്ച് കീറി എന്നൊക്കെ ഒരു കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിൽ വന്ന് പറയുമ്പോൾ താങ്കളുടെ മനസ്സിലുള്ള വർഗീയതയെ ഉപയോഗപ്പെടുത്താനുള്ള ആ ദുഷ്ട മനസ്സുണ്ടല്ലോ, അതാണല്ലോ പറയുന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായി തെറ്റായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. അതിന് താങ്കൾ ഈ ചർച്ചയിൽ ഉപയോഗിച്ച വാക്ക് ഹിന്ദു വിശ്വാസത്തിന് മുകളിൽ ബ്ലേഡ് വെച്ച് കീറി ചർച്ച കാണുന്ന സാമാന്യ ജനത്തിനറിയാം താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മനസ്സിലുള്ള ദുഷിപ്പ് എത്രമാത്രമാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അത്തരത്തിലുള്ള വർത്തമാനം പറയുന്നത്. ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ, കുഴപ്പമില്ല, പക്ഷെ അതിനുവേണ്ടി ഈ നാട് വിഭജിക്കാൻ വേണ്ടി നിൽക്കരുത്. അതേ കോൺഗ്രസിനോട് പറയാനുള്ളൂ. മതനിരപേക്ഷത കാക്കുന്നവർ, RSSനോടും BJPയോടും വലിയ അകലം പാലിക്കുന്നവർ നിങ്ങളല്ലേ. നിങ്ങളുടെ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേര BJPയുടെ ഇലക്ഷൻ ബോണ്ടിലേക്ക് 190 കോടി രൂപ കൊടുത്തിട്ടില്ലേ? എന്തിനാണ് കൊടുത്തത്? ഞങ്ങളാരും കൊടുത്തിട്ടില്ലല്ലോ, ഞങ്ങളായിട്ട് വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടില്ല. അതെന്തിൻ്റെ പേരിലാണ്? നിങ്ങളുടെ ഈ പറഞ്ഞ RSS മേധാവിയെ പോയി കണ്ടു എന്ന് പറയുന്നു. ഇതേ RSS മേധാവിയെ നിങ്ങളുടെ KPCCയുടെ പ്രസിഡന്റ് സുധാകരൻ പോയി കണ്ടിട്ടില്ലേ? പരസ്പരം കണ്ടിട്ടില്ലേ? ചർച്ച നടത്തിയിട്ടില്ലേ? ഞാൻ RSS ശാഖയ്ക്ക് കാവൽ നിന്നയാളാണ് എന്ന് KPCC പ്രസിഡന്റ് സുധാകരൻ പരസ്യമായി പറയുമ്പോൾ ഷബീർ അലി പറയും, എന്താണ് കോൺഗ്രസ് നൽകുന്ന സന്ദേശം? RSSന് കാവൽ നിൽക്കേണ്ടതാണ്, എല്ലാ കോൺഗ്രസ്സുകാരുടെയും ഉത്തരവാദിത്വം അതാണ് എന്നാണോ? അവർ നടത്തുന്ന വർഗീയതയ്ക്ക് മറപിടിക്കലാണ് നമ്മുടെ പരിപാടി എന്നാണോ? VD സതീശൻ ഗോൾവാൾക്കറുടെ ചിത്രത്തിൻ്റെ അടിയിൽ പോയി വിളക്ക് കത്തിച്ച് കുനിഞ്ഞു നിൽക്കുമ്പോൾ അവിടെ വിചാരധാര എഴുതിയ വ്യക്തിത്വമാണ് എന്ന് മനസ്സിലാക്കണം. മുസ്ലിങ്ങളെ പുറത്താക്കണമെന്നുള്ള അഭിപ്രായം പരസ്യമായി എഴുതി വെച്ച ആൾക്ക് മുന്നിൽ കുനിഞ്ഞു നിൽക്കാൻ VD സതീശനുണ്ട്. അതൊന്നും പ്രശ്നമല്ല. ഇവിടെ നിങ്ങൾ വ്യാഖ്യാനിച്ച് താങ്കളുടെയൊക്കെ വർത്തമാനം കേട്ട മുഖ്യമന്ത്രി കളിപ്പാവയാണ്, മുഖ്യമന്ത്രിക്ക് PR ഏജൻസി വേണം സംസാരിക്കണമെങ്കിൽ, ഇതൊക്കെ ആരോട് പറയണം? നിങ്ങൾക്ക് ആക്ഷേപമായി പറയാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അവരുടെ ജീവിതാനുഭവത്തിലുടനീളം പാർട്ടി സെക്രട്ടറിയായും പാർട്ടി പ്രവർത്തകനായും മുഖ്യമന്ത്രിയുമായും എല്ലാം ഉണ്ടായിരുന്നു. PR-ൻ്റെ ആവശ്യം ആർക്ക് വേണ്ടി വരും? ഈ നിങ്ങളുടെ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് വേണ്ടി വരും. കോൺഗ്രസിലുള്ള ആളുകൾ തന്നെയാണല്ലോ പറയുന്നത്. നിങ്ങളൊക്കെ കോൺഗ്രസ് പ്രവർത്തകരായിരിക്കുന്ന സമയത്ത് അദ്ദേഹം മണി ചെയിനുമായി ഒരു സ്കൂട്ടറിൽ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ ഞങ്ങളാരും അല്ലല്ലോ ഈ ആക്ഷേപം ഉന്നയിച്ചത്. നിങ്ങളിൽ പലരുമാണ് ഉന്നയിച്ചത്, നിങ്ങളുടെ പുറത്തു പോയ ആളുകൾ ഉന്നയിച്ചത്. അങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത VD സതീശന് PR വേണ്ടി വരും. പിണറായി വിജയന് പത്രസമ്മേളനം നടത്താൻ, അഭിപ്രായം പറയാൻ വേറെ ആരോടും എഴുതി കൊടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞോ, സുഖം കിട്ടാൻ വേണ്ടി പറഞ്ഞോ? അത് ഈ നാട്ടിലെ ആളുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങണം എന്ന് മാത്രം കോൺഗ്രസിന്റെ ആളുകൾ വിശ്വസിക്കരുത്. ഉമ്മൻചാണ്ടിയുടെ കാലം നമുക്ക് ഓർമ്മയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി നമുക്ക് വരുന്നുണ്ട്. MR അജിത് കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം, ഒരു വിശദമായ അന്വേഷണം വേണമെന്ന് നിർദ്ദേശിക്കുന്ന DGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് അല്പസമയത്തിനകം കൈമാറും എന്നുള്ള വിവരം വരുന്നു. അരുൺ രാജ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ ആഭ്യന്തര സെക്രട്ടറിക്ക് DGP കൈമാറും എന്ന് ഉറപ്പിക്കാറായിട്ടുണ്ടോ? ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കം സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ പുറത്തു വരുന്നുണ്ടോ?
ഗോപികൃഷ്ണൻ സംസ്ഥാനം കാത്തിരുന്ന ആ റിപ്പോർട്ട്, ADGPക്കെതിരായ റിപ്പോർട്ട് അല്പസമയത്തിനകം തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് DGP ഷേഖ് ദർവേഷ് സാഹിബ് കൈമാറും. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ രാവിലെ തന്നെ നമ്മൾ പുറത്തുവിട്ടതുപോലെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിന്റെ ഇടപെടൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നതാണ്. ഇക്കാര്യത്തിൽ ADGP MR അജിത് കുമാറിന് വലിയ വീഴ്ചകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ്, ഈ റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് ആയി എത്താൻ പോകുന്നത് MR അജിത് കുമാറിനെതിരെ കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് DGPയുടെ റിപ്പോർട്ടിലെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എല്ലാ ആരോപണങ്ങളിലും വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. സംസ്ഥാന ഇന്റലിജൻസിന് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളും കൂടുതൽ വിവരങ്ങളും ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിൽ DGP തന്നെ നൽകുന്ന റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വത്ത് സമ്പാദനം അടക്കമുള്ള കാര്യങ്ങളിൽ വിജിലൻസിന്റെ അന്വേഷണം തുടരുകയാണെന്നും അതിനാൽ അക്കാര്യത്തിൽ കൂടുതൽ സമയം വിജിലൻസിന് വേണ്ടിവരുമെന്ന കാര്യം കൂടി DGPയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ADGPക്കെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമ്പോൾ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുന്നതിൽ വലിയ ക്രമപ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളതാണ് DGPയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. സ്വാഭാവികമായും ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് ലഭിച്ചാൽ ഉടൻ തന്നെ ഇത് മുഖ്യമന്ത്രിക്കും സർക്കാരിന് മുമ്പിലേക്ക് എത്തും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്കാണ് പോകുന്നത്. കാരണം ഇനി മുന്നോട്ട് പോകണമെങ്കിൽ, ഒരിഞ്ച് മുന്നോട്ട് പോകണമെങ്കിൽ അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ ഇരിക്കാൻ പറ്റില്ല. ആ കാര്യത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് DGP തന്നെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന്. എന്തായാലും ADGP അജിത് കുമാറിനെതിരെ കൃത്യമായ വിവരങ്ങൾ, അല്ലെങ്കിൽ അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നതോടൊപ്പം അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം ഏത് തരത്തിൽ വേണം, ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണമാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളിലും DGPയുടെ ഭാഗത്തു നിന്ന് DGPയുടെ നിർദ്ദേശം കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി എത്തുകയും ചെയ്യും. ശരി, അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് ഈ ചർച്ചയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാം. ശ്രീ നൌഷാദ് അലി, ഈ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ADGPയുടെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച VD സതീശന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. ആ ഭാഗത്തിന് എന്തുകൊണ്ടാണ് താങ്കൾ മറുപടി പറയാത്തതെന്നാണ് SK സതീഷ് ചോദിച്ചത്. ഗോപികൃഷ്ണൻ, ഞാൻ അതിന് മറുപടി പറയാം. അത് ഈ ബാലിശമായ കാര്യങ്ങളും ഇതുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മറുപടി പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അത് ഞാൻ ഒരു പുച്ഛത്തോടെ അവഗണിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് മറുപടി പറയണമെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും പറയാം. ഞാനത് പറയാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം ആലോചിക്കുന്നത്, ഞാനിവിടെ അല്ലല്ല നിങ്ങൾ ഇടപെട, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഇയാൾ അലമ്പാക്കാനാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. ഉത്തരം ഞാൻ പറയാം, കേട്ടാ മതി. ഇവിടെ എന്നാൽ ഗോപികൃഷ്ണൻ ഞാൻ ഇയാളെ പിന്നെ പറയും. എന്താണ് ഇയാളെ പിന്നെ കോൺഗ്രസ് പ്രതിനിധിയോട് ഈ ചോദ്യം ചോദിക്കുന്നത്? ഗോപികൃഷ്ണനോട് എനിക്ക് ആ കാര്യത്തിൽ ബഹുമാനമുണ്ട്. അല്ലല്ല, ഞാൻ പറയുന്നത് ഇയാൾ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറയാൻ ഇവിടെ ഇരിക്കുകയാണല്ലോ ഗോപികൃഷ്ണൻ. ഞാൻ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ തൃശ്ശൂർ പൂരം കലക്കി അവിടെ ഒരു ഹീറോ പരിവേഷത്തോടു കൂടി കടന്നു വന്ന് BJPക്ക് വിജയിക്കാൻ അവസരമുണ്ടായി. അങ്ങനെയാണ് BJP അവിടെ ജയിച്ചത് എന്ന് ഞാൻ പറയുമ്പോൾ, ശിവശങ്കർ മാന്യമായിട്ട് അതിനെ പ്രതിരോധിക്കുമ്പോൾ CPMന്റെ പ്രതിനിധി വേട്ടനായെ പോലെ ചാടി വീഴുകയാണ് കടിച്ചു കീറാൻ വേണ്ടി. എന്തിനാണ് BJPയുടെ വിജയത്തിന് പിന്നിൽ ഇത്തരം അവിഹിതമായ ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ BJPക്കാരെക്കാൾ CPMന് നോവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ BJPയെക്കാളും വലിയ RSS ആയിട്ട് കേരളത്തിലെ പിണറായി ഭക്തസംഘം പരിണമിച്ചോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ VD സതീശന് വേണ്ടിയാണ് ഈ പറഞ്ഞ ആള് RSS നേതാവിനെ കാണാൻ പോയത് എന്ന് അൻവർ ആദ്യം എവിടെയോ പറഞ്ഞു എന്നാ പറയുന്നത്. അൻവർ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, പിന്നെ ആവർത്തിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ വാദത്തിന് വേണ്ടി അത് മുഖവിലക്ക് എടുത്തുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ VD സതീശന്റെ അല്ല, മറുപടിയാണ് സുഹൃത്തെ പറയുന്നത്. ഈ മറുപടിയാ പറയുന്നത്. പോകുന്ന വക്ക അതായിക്കോട്ടെ സുഹൃത്തെ, VD സതീശന്റെ വക്കാലത്തുമായി പോകുന്ന ഒരു ADGP ആണോ പിണറായി വിജയൻ എന്ന ശിവശങ്കരൻ പണ്ട് പറഞ്ഞ പോലെ പിന്നെ നാപ്കിൻ പേപ്പർ കൊടുത്താലും ഒപ്പിടുന്ന ഒരു മുഖ്യമന്ത്രി തലയിലേറ്റി നടക്കുന്നത്? VD സതീശന് വേണ്ടി വിടുപണി ചെയ്യേണ്ട അല്ലെങ്കിൽ വിടുപണി ചെയ്യുന്ന ആളുകളെയാണോ ഇവരെ തലയിലേറ്റി നടക്കുന്നത്? അപ്പൊ VD സതീശനും കോൺഗ്രസിനും VD സതീശനും വേണ്ടി
കോൺഗ്രസിനും VD സതീശനും വേണ്ടി പണിയെടുക്കുന്ന ആളുകളെയാണോ ഈ ഹോം മിനിസ്റ്ററായ പിണറായി വിജയൻ ഇങ്ങനെ മേച്ച് ഏകോപിപ്പിച്ച് നടക്കുന്നത്? അങ്ങനെയാണ് അയാൾ ആ പണി നിർത്തിയിട്ട് വേറെ വല്ല പണിക്ക് പോയി കൂടെ അയാൾക്ക് നടപടി എടുത്തിട്ടില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ സുഹൃത്തെ ഗോപികൃഷ്ണ ശരിയല്ല. ഇവിടെ നോക്കൂ ഗോപികൃഷ്ണ, ഈ ഉത്തരം മുട്ടുമ്പോ കയ്യിൽ ആശയങ്ങളില്ലാത്ത ദുർബലൻ ഇങ്ങനെ നിരന്തരം ഇടപെട്ട് അലങ്കോലമാക്കിക്കൊണ്ടായിരിക്കും. അയാൾ ഇവിടെ നീണ്ട ഗീർവാണം നടത്തിയല്ലോ, ഞാൻ മിണ്ടിയില്ലല്ലോ. അതാണ് മാന്യത. അത് ചെയ്യാൻ അയാളോട് പറയണം. 970 ഒരു പ്രകോപനം എനിക്കും ഒത്തിരി തവണ പറയാം. എവിടെ ആരാണ് താൻ ആരെയാണോട് മാന്യത പഠിപ്പിക്കുന്നത്? മാന്യത എന്ന വാക്കിന്റെ 24,000 എത്തി നോക്കാൻ താങ്കൾക്കൊക്കെ അർഹതയുണ്ടോ? എന്ത് മാന്യതയാണ് ഈ താങ്കൾ പറയുന്നത്? മാന്യത എന്ന വാക്കുമായിട്ട് നിങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ അലമ്പാക്കാനും അലങ്കോലപ്പെടുത്താനും കുത്താനും ഗോഗ്വ വിളിക്കാനും ഒക്കെ അല്ലാതെ വേറെന്തറിയാം? ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ കുറെ പറഞ്ഞല്ലോ സുധാകരന്റെ കാര്യവും VD സതീശന്റെ കാര്യമൊക്കെ. 977 RSSന്റെ വോട്ട് വാങ്ങി കേരള നിയമസഭയിലേക്ക് വന്ന പിണറായി വിജയനെ പറ്റിയല്ലേ ഇദ്ദേഹം ഈ പറയുന്നത്? ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ ശ്രീ PR ശിവശങ്കറിലേക്ക് പോവാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ വളരെ കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ശ്രീ PR ശിവശങ്കറിലേക്ക് പോവുകയാണ്. സജീഷ് ഒരു മിനിറ്റ്. ശ്രീ PR ശിവശങ്കർ, ഇത് ഈ തൃശൂർ ഈ ADGPയുടെ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണവും പരിശോധനയും ഒക്കെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട പരിശോധനകളുമായി കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ് രാഷ്ട്രീയ ആരോപണങ്ങൾ പരിശോധിച്ചാൽ. കാരണം അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടായി. ആ എഗ്രിമെന്റിന്റെ ഭാഗമായി BJPക്ക് അനുകൂലമായി വോട്ടുകൾ മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടലാണ് പൂരത്തിലും സംഭവിച്ചത്. പൂരം അലങ്കോലപ്പെട്ട് അതിനെ വികാരത്തെ വിനിയോഗിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നതാണ്. ഈ വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തു വരണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം ശ്രീ PR ശിവശങ്കർ BJPക്ക് ഉണ്ടോ? കാരണം BJPക്ക് തൃശ്ശൂരിൽ നിന്നൊരു MP കിട്ടിയതും ഈ ഡീലിന്റെ ഭാഗമായിട്ടെന്നുള്ള ഒരു രാഷ്ട്രീയ ആരോപണമുണ്ട്. അവിടെ നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? പക്ഷെ എനിക്ക് സമയം എത്ര കിട്ടുമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഞാനൊന്ന് പ്ലാൻ ചെയ്യുന്നു. കാരണം കഴിഞ്ഞ 30 മിനിറ്റിൽ എനിക്ക് 3 മിനിറ്റ് മാത്രമാണ് കിട്ടിയത്. താങ്കൾ പറഞ്ഞോളൂ, താങ്കളുടെ ഭാഗങ്ങൾ പറയൂ. ശരി, ഇതിൽ 2 ഭാഗങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഇത് രാഷ്ട്രീയമായി ഇത്തരത്തിൽ BJPക്ക് ഒരു പൂരം കലക്കിയോണ്ട് മാത്രമാണ് MP സ്ഥാനം കിട്ടിയത് അല്ലെങ്കിൽ അവിടെ വിജയം എന്നുള്ളത് വെറും ആരോപണം മാത്രമാണ്. അതിന് ഞാൻ പലകുറി ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഞങ്ങൾക്ക് വോട്ട് വർദ്ധിച്ചത് തൃശ്ശൂർ പൂരം എഫക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കണം. 2, നൗഷാദ് അലി ഈ പറഞ്ഞ സജീഷിന് ഉത്തരം കൊടുക്കുമ്പോൾ സംസ്ഥാനത്തെ സിദ്ദിഖും അതേപോലെ KC ജോസഫും അവിടെ തൃശ്ശൂർ എങ്ങനെ തോറ്റു എന്നുള്ളതിന് നടത്തിയ ഒരു KPCCയുടെ അന്വേഷണ റിപ്പോർട്ട് കൂടി ഒന്ന് വായിക്കണം. അത് എന്തുകൊണ്ടാണ് തോറ്റതെന്നുള്ളതിന് മറ്റു പല കാരണം കൂടി അതിനകത്ത് പറയുന്നുണ്ട്. അദ്ദേഹം അത് കണ്ടിട്ടുണ്ടാവും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് തൃശ്ശൂർ പൂരം ആദ്യമായിട്ടല്ലല്ലോ ഈ 2 കൂട്ടരും ബ്ലേഡ് വെച്ചും വാക്കത്തി വെച്ചും കീറിയത്. ഇതിനു മുൻപ് സവർക്കറിന്റെ ഒരു കൊട വന്ന ഒരു ഇത് വന്നപ്പോൾ, കൊടിമരം വന്ന ഒരു ഇത് കാണിച്ചപ്പോൾ അതിനെതിരെയും ഇവർ 2 പേരും ശക്തമായിട്ട് എതിർത്തില്ലേ? ഇത്തവണ തന്നെ കണിമംഗലത്ത് അയ്യപ്പന്റെ ഒരു ശാസ്താവിന്റെ കോലം വന്നപ്പോ അതിനെ തടയുകയും ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ CPIയുടെ സ്ഥാനാർത്ഥി തന്നെയല്ലേ വന്നേ? 2016 തൃശ്ശൂർ പൂരം ഇങ്ങനെ കലങ്കോലമാക്കിയപ്പോൾ ഞാൻ രക്ഷിച്ചു എന്ന് പറഞ്ഞ് വന്നല്ലേ CPIയുടെ സ്ഥാനാർത്ഥി അന്ന് വിജയം കണ്ടത് ഇതേ നാള് തന്നെ. അപ്പൊ നിരന്തരമായി തൃശ്ശൂർ പൂരത്തിനെതിരെ ആരൊക്കെയാണ് അവിടെ നടപടിയെടുത്തതെന്ന് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഞാൻ അതിന്റെ രാഷ്ട്രീയമായ കാര്യമല്ല പറയുന്നത്, അവിടെ നടന്ന കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്രത്യേക കാര്യം, ഇതിനെ വെറും തൃശ്ശൂർ പൂരവുമായോ DGP അജിത് കുമാറുമായോ അന്വേഷണമായോ മാത്രം ബന്ധപ്പെടുത്തരുത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വലിയ ഒരു രാഷ്ട്രീയമായ ചൂതുകളിയുടെ ഭാഗമായി മാധ്യമങ്ങളെയും ചില ചർച്ച ചെയ്യുന്ന ചില മാധ്യമത്തിന്റെ അവതാരകരെയും എല്ലാം തെറ്റായ രീതിയിൽ ദിശയിൽ സഞ്ചരിപ്പിക്കുവാൻ ഇവരെല്ലാവരും കൂടി ശ്രമിക്കുന്നു. ഇപ്പൊ നോക്കൂ, നേരത്തെ നടന്ന ചർച്ചയിൽ ആദ്യമേ തന്നെ സജീഷ് EMS രാജിവെച്ച വിവരമൊക്കെ വളരെ ഭംഗിയായി അദ്ദേഹം പറഞ്ഞു തീർത്തു. ഞാൻ മനസ്സിലാക്കുന്നത് CPI രാഷ്ട്രീയമായി തീരുമാനമെടുത്തിരിക്കുന്നു.
ഇത് അജിത് കുമാറിനെതിരെയുള്ള ആരോപണമല്ല, ഇത് മുഖ്യമന്ത്രിക്കെതിരെയും CPM-എതിരെയും LDF-നെതിരെയുള്ള ആരോപണമാണ്. ദേശീയ തലത്തിൽ എങ്ങനെയാണോ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ പോകുന്നത്, അതിന്റെ ഭാഗമായി കേരളത്തിലും ഒരു രാഷ്ട്രീയമായ മുന്നണി മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPIക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനമടക്കം അടുത്ത 1.5 വർഷത്തേക്ക് എന്നുള്ള ഒരു കാര്യം കേൾക്കുന്നില്ലേ? ഒരു തിയറി, ഒരു കോൺസ്പിറൻസി തിയറി ആയിരിക്കാം, പക്ഷെ അതിൽ ന്യായമില്ലേ? അൻവർ അടക്കമുള്ള RJD അടക്കമുള്ള ആളുകൾ ശക്തമായി CPM-നെതിരെയും പിണറായി വിജയനെതിരെയും ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ രാഷ്ട്രീയമായി അതിന്റെ സാധ്യതയില്ലേ? എന്തുകൊണ്ടാണ് നീലകണ്ഠനൊക്കെ അത്തരത്തിൽ ചിന്തിക്കാത്തത്? അപ്പൊ രാഷ്ട്രീയമായ ചില കാര്യങ്ങളുണ്ട്. കാരണം സംസ്ഥാനത്തിന് പുറത്ത് എന്തൊക്കെയായാലും നൗഷാദ് അലി പറയുന്നത് പോലെ ഇപ്പോ CPM-നെയും പിണറായി വിജയനെയും ശക്തമായി എതിർക്കുമ്പോഴും ഇവര് തന്നെയാണല്ലോ കുറച്ചു നാൾ മുമ്പ് ദ വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ ഫോട്ടോയും വെച്ച് AICC-യുടെ പരസ്യം ചെയ്തത്. അന്ന് പ്രശ്നമുണ്ടായിരുന്നില്ല. അന്ന് നൗഷാദ് അലിക്ക് RSS നേതാവായും RSS-ന് പിണയാളിയായും ഒന്നും ഈ പറയുന്ന ഈ പിണറായി വിജയനെ കണ്ടില്ലല്ലോ. അപ്പൊ CPIക്കും CPM-നും കോൺഗ്രസിനും എല്ലാം ചില സമയത്ത് കേരളത്തിന് പുറത്തു പോയാൽ പിണറായി വിജയൻ നല്ലതാണ്. പക്ഷെ ഇന്ന് കേരളത്തിൽ ഈ RSS സഖ്യം പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഈ LDF-ൽ നിന്ന് വിട്ടുവരുവാനുള്ള ഒരു സാധ്യത കൂടി നമ്മൾ കാണണം. അതിന് ഭാഗവാക്കാകുവാനും ചർച്ച തിരിച്ചുവിടാനുമാണ് തൃശൂർ പൂരം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻവറിന്റെ DMK സഖ്യവും കൂടി ഇതിന്റെ കൂടെ കൂട്ടി വായിക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സജീഷ് പറഞ്ഞത് ഇതാ EMS രാജിവെച്ച പോലെ പിണറായി വിജയനും രാജിവെക്കാൻ പോകുന്നു എന്നുള്ള സൂചന നൽകിയത്. അത് മുന്നോട്ട് കൂടി സതീഷിനോടുകൂടി ഈ CPM ഇറക്കി വിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അല്ല ഒരു മിനിറ്റ് കൂടി, താങ്കൾ ഇടപെടുന്നേക്കറിയാം എന്തുകൊണ്ട് ഹിന്ദുമതം ഞാൻ ചോദിക്കട്ടെ, ഈ ലാവ്ലിൻ ട്രയൽ അടക്കം ഈ പറഞ്ഞ ഈ തൃശ്ശൂർ പൂരം കലക്കിയതിൽ ഇന്റലിജൻസ് ഞാനൊരു ചരിത്രപരമായ കാര്യം താങ്കൾ പറയുന്ന വ്യാഖ്യാനമൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിട്ടല്ലല്ലോ സജീഷ് മിണ്ടാണ്ടിരുന്നത്. ഗോപീഷൻ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇത് DGPക്ക് അജിത് കുമാറിന് മാത്രമാണ്. ശ്രീ നീലാണ്ടൻ പറഞ്ഞല്ലോ അജിത് കുമാർ മാത്രമാണ് ഉത്തരവാദി എന്ന്. സത്യത്തിലല്ല. ഈ തൃശ്ശൂർ പൂരം പോലെ ഒരു വലിയ പറയുന്നത് സജീഷ് ഒരു ചരിത്ര സംഭവത്തെ, ഒരു ചരിത്രത്തിൽ ഒരു സംഭവത്തെ അദ്ദേഹം ഈ ചർച്ചയുടെ ഭാഗമായി അവതരിപ്പിക്കുകയായിരുന്നു. അതിന് താങ്കൾ ഒരു പുതിയ വ്യാഖ്യാനം കൊടുത്ത് ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി അതിനെ അവതരിപ്പിച്ചു എന്നതിലുള്ള സജീഷിന്റെ വിയോജിപ്പാണ് ഇതിൽ രേഖപ്പെടുത്തിയത്. അല്ല ഒരൊറ്റ കാര്യം കൂടി, അല്ല അത് ചർച്ചയുടെ ഭാഗമാണല്ലോ, അത്തരത്തിൽ വ്യാഖ്യാനം കൊടുക്കാനുള്ള അവകാശം കൂടി. ഞാൻ ചോദിക്കട്ടെ, ശ്രീ നീലകണ്ഠൻ ഒരു കാര്യം പറഞ്ഞല്ലോ. ഒരു മിനിറ്റ് എനിക്ക് അടിയന്തരമായിട്ടൊരു ഇടവേളയിലേക്ക് പോകണം. ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ADGP MR അജിത് കുമാറിനെതിരായ പരാതികളിന്മേലുള്ള DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നു. അതിന്റെ ഉള്ളടക്കം എന്താണ്, ഏത് തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത്, എപ്പോഴാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറിയത്, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എപ്പോഴാണ് ഈ റിപ്പോർട്ട് കൈമാറിയത്? ഉള്ളടക്കം സംബന്ധിച്ച് സൂചനകളുണ്ടോ? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ 30 ദിവസമായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്ന ADGP MR അജിത് കുമാറിനെതിരെയുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുൻപിലെത്തിയിരിക്കുന്നു. ആ വടി ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുൻപിലെത്തിയിരിക്കുന്നു. ഇനി അടി നടപടി മാത്രമാണ് ബാക്കിയുള്ളത്. എന്ന് റിപ്പോർട്ട് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ അവസാനം വരെ പലതരത്തിലുള്ള അനിശ്ചിതത്വം നിന്നിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിട്ടുള്ളത്. ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകാൻ ഒരു നീക്കം DGP നടത്തിയിരുന്നു. ക്ലിഫ് ഹൗസിലെത്തി നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ DGP സമയം തേടി. പക്ഷേ ആഭ്യന്തര സെക്രട്ടറി വഴി കൈമാറിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി എത്തുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ആഭ്യന്തര സെക്രട്ടറിക്ക് ഇപ്പോൾ ആ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് കാണും. നാളെ വൈകിട്ടോടെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മാസം 3 വരെയുള്ള ആരോപണങ്ങളാണ് ഇക്കാര്യത്തിൽ അന്വേഷിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കണം. ADGP MR അജിത് കുമാറിന് എതിരായിട്ടുള്ള പരാതികളിന്മേലുള്ള DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നു. അല്പം മുൻപാണ് DGP സമഗ്രമായ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിക്കാം ഇനിയുള്ള മണിക്കൂറുകളിൽ. ഈ എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു.